എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടെന്ന് അറിയാം. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ ബാങ്ക് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് IBPS ക്ലർക്കിന്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. IBPS ക്ലർക്കിന്റെയും അതേപോലെ തന്നെ RRB PO ആൻഡ് RRB ക്ലർക്കിന്റെയും എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആപ്ലിക്കേഷൻ ഫോമും അയക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണം. ഓക്കെ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് നമുക്ക് എന്ന് മുതൽ എന്ന് വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 മുതലായിരുന്നു. 1 മുതൽ ജൂലൈ 21 വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം അയക്കാവുന്നതാണ്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ ഇരുന്ന് നിങ്ങൾ ലാസ്റ്റ് റഷ് ആകാൻ നിൽക്കരുത്, അല്ലെങ്കിൽ സൈറ്റ് ബിസി ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ വേഗത്തിൽ തന്നെ മാക്സിമം ഒരു 16-17 മുന്നേ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം തെറ്റുകൂടാതെ അയക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിന് മുന്നേ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കരുതണം. ഇത് ഈ ഒരു എക്സാമിന് മാത്രമല്ല, നമ്മൾ അയക്കുന്ന എല്ലാ ബാങ്ക് എക്സാംസിനും ഈ ഡീറ്റെയിൽസ് ആവശ്യമാണ്. സോ നമ്മൾ RRB POയുടെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേ ഫോട്ടോ അല്ലെങ്കിൽ അതേ സിഗ്നേച്ചർ തന്നെ മതിയാകും നമുക്ക് ഇവിടെയും അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ ഒരു തവണ ഇതെല്ലാം സെറ്റാക്കി നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഓരോന്നിനും ഇനി IBPS PO വരും, അല്ലെങ്കിൽ SBI PO വരും, SBI ക്ലർക്ക് വരും. അന്നേരമൊക്കെ വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഒരു തവണ അത് കൃത്യമായിട്ട് അതിന്റെ സൈസിലാക്കി നിങ്ങൾ നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. ഇനി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫ്, നമ്മളുടെ റീസെന്റ് സൈസ് ഫോട്ടോഗ്രാഫ് ആണ് നമുക്ക് വേണ്ടത്. റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണ് നമുക്ക് വേണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാം. അതേപോലെ തന്നെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് എല്ലാ ബാങ്ക് എക്സാംസിനും, അത് RRB PO, RRB ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക്, RBI അസിസ്റ്റന്റ്, ഏത് ബാങ്ക് എക്സാം ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ഒരു സമയം നിങ്ങൾ അത് ചെയ്ത് നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ സേവ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. നമ്മളുടെ ഫോട്ടോഗ്രാഫ്, ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് സ്നിപ്പ് ചെയ്തെടുത്തതാണ്. സോ അത് അതിൻ്റെ അകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അതേ സ്പെസിഫിക്കേഷൻസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നമ്മളുടെ ഫോട്ടോ എന്ന് പറയുന്നത് റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, കളർ പിക്ചർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അത് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. RRB POയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചത് നിങ്ങളുടെ കയ്യിൽ കാണും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പം നമ്മൾ സ്പെക്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാമോ? സ്പെക്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടോ, ഗ്ലെയർ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അല്ലാതെ നമ്മൾ സ്പെക്സ് വെച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇനിയും അതേപോലെ തന്നെ നമ്മൾ ക്യാപ്പ് അല്ലെങ്കിൽ ഹാറ്റ്, ഡാർക്ക് ഗ്ലാസസ്, അതായത് സൺ ഗ്ലാസസ്, ഇതൊന്നും വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫോട്ടോയുടെ സൈസ് എടുത്തു പറയുന്നുണ്ട് 200x230 പിക്സൽസ്. ഇപ്പോൾ നിങ്ങൾ മേ ബി സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടായിരിക്കാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ടുണ്ടാകുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ പറയുന്ന സ്പെസിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഫോണിലും എടുക്കാം. നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ റീസൈസ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റും. ഇനി നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ ഇതേ പിക്സലിലല്ല കിടക്കുന്നത്, ഈ സൈസിലല്ല, നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതേ ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റീസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് പെയിന്റിൽ ഓപ്പൺ ആക്കിയിട്ട് പെയിന്റിൽ പിക്സൽസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സൈസ് കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇത് എന്തായിരിക്കണം, 50 KB-യിൽ കൂടാനായിട്ട് പാടില്ല. അത് ശ്രദ്ധിച്ചോളുക. ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയേ ഉള്ളൂ. ഷോർട്ടാക്കി പറഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ ആയിരിക്കണം. അത് ഫേസ് കൃത്യമായിട്ട് കാണണം. നമ്മൾ ക്യാപ്പോ അല്ലെങ്കിൽ കളേർഡ് ഗ്ലാസസോ ഇതൊന്നും വെച്ചിട്ട് എടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചും ഫോട്ടോ എടുക്കാം. പക്ഷെ ഗ്ലെയർ അടിക്കുന്നില്ല, ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ,
ഇനി അതേപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇപ്പം മേ ബി തട്ടം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ ഫേസ് കവർ ആകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അതിട്ടും ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൈസാണ്. അതായത് സൈസ് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സെന്റിമീറ്ററിൽ പറഞ്ഞാൽ 4.5 സെന്റിമീറ്റർ ബൈ 3.5 സെന്റിമീറ്റർ. പിക്സൽസിൽ പറയുകയാണെങ്കിൽ 200 × 230 പിക്സൽസ് ആയിരിക്കണം. അതേപോലെ തന്നെ 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം നമ്മളുടെ ഫോട്ടോയുടെ സൈസ്. ഓക്കെ അല്ലേ? ഇനി എല്ലാം നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ഡോക്യുമെന്റ്സും JPG ഓർ JPEG ഫോർമാറ്റിലായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്തത്, ഇത് മാത്രമല്ല, നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തു വരുമ്പോൾ ഈ വർഷം പുതിയൊരു കാര്യം ഫോട്ടോ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ RRB POയും ക്ലർക്കും അയച്ചവർക്ക് അറിയാം. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് നമ്മൾ അയക്കുന്ന സമയം തന്നെ നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും വേണം. പിന്നെ എപ്പോഴാണോ നമ്മൾ ഫോം അയക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് വെബ് ക്യാം വഴിയോ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തോ അതേ സമയത്തുള്ളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നോക്കിക്കേ. In addition to the above photograph, candidates will also be required to capture and upload their photograph either by using webcam or mobile phone. ഞാൻ ഇപ്പോ പറഞ്ഞ അതേ കാര്യമാണ്. Capture photo option, candidates webcam will be activated along them to take their picture, which will be auto uploaded in the application form. അതായത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ വെബ്ക്യാം വഴിയാണെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ വഴിയാണെങ്കിലും ആ സമയത്ത് തന്നെ ആപ്ലിക്കേഷൻ ഫോമിലോട്ട് അത് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ആകുന്നു. ഓക്കെ, ഇനി അന്നേരത്തെ സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അതായത് ലൈറ്റ് കളർഡ് പ്രിഫറബിളി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അത് എടുക്കാനാണ് അവർ പറയുന്നത്. പിന്നെ ലുക്ക് സ്ട്രെയിറ്റ് അറ്റ് ദി വെബ്ക്യാം ഓർ ക്യാമറ, കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ സോ നമ്മൾ എവിടെയാണ്, ഇപ്പോൾ വെബ്ക്യാം വഴിയാണ് അല്ലെങ്കിൽ ഫോൺ വഴിയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അതിലേക്ക് തന്നെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സൈസിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. സോ അതിൽ ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കുന്നത് ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൃത്തിയായിട്ടാണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ചെറിയ സ്മോൾ സൈസ് ഫോട്ടോഗ്രാഫ് ഈസ് ക്ലിക്ഡ് ഓർ അപ്ലോഡഡ്. ചെറിയ ഫോട്ടോ മേ ബി ഒരുപാട് ദൂരത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ ഒക്കെ മാറി ഷെയ്ക്ക് ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനി അപ്ലോഡ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു തവണ ക്യാപ്ചർ ആയാലും നമുക്കത് അപ്ലോഡ് എന്ന് പറയുന്ന വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ചെയ്ത് കാണിക്കാം, നമുക്കത് മാറ്റാൻ പറ്റും. ഇനി നോക്കിക്കേ, വിയറിംഗ് കളേർഡ് ഗ്ലാസ് ഓർ സൺഗ്ലാസസ് ഓർ ക്യാപ്. നമ്മൾ തൊപ്പിയോ അല്ലെങ്കിൽ സൺഗ്ലാസസ് ഒന്നും വെച്ചിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഷാഡോ ഓൺ ഫേസ്, നോട്ട് ഫേസിംഗ് ദി ക്യാമറ, ഡിസ്റ്റോർട്ടഡ് ഫേസ്, ഫേസ് കവേർഡ് വിത്ത് മാസ്ക്. അതായത് മാസ്ക് ഒന്നും വെച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണണം. അത്രയേ ഉള്ളൂ കാര്യം. ദെൻ ഫോട്ടോ ടേക്കൺ ഇൻ ഡാർക്ക് ഓർ ഇംപ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട്. അതായത് നമുക്ക് പ്രോപ്പർ ലൈറ്റ് ഒന്നും ഇല്ല, നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊന്നും ഫോട്ടോ ക്യാപ്ചറിങ്ങിൽ വരാൻ പാടില്ല. സോ പ്രിഫറബിളി ഒരു ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം, സിഗ്നേച്ചർ. നമ്മൾ എങ്ങനെയാണോ RRB ക്ലർക്ക് അല്ലെങ്കിൽ RRB POയ്ക്ക് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചോളാം. ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സൈൻ ചെയ്യാനായിട്ട്. സോ ശ്രദ്ധിക്കുക, എന്താ ഒന്നും കൂടെ പറയാം, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് കളർ പെൻ കൊണ്ട് വേണം നിങ്ങൾ സൈൻ ചെയ്യാൻ. അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സ്കാൻ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ മേ ബി കഫേയിലൊക്കെ പോയിട്ടായിരിക്കാം സ്കാൻ ചെയ്യുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് കളർ പെൻ കൊണ്ട് സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോട്ടോ എടുത്താലും മതി. ഫോട്ടോ എടുത്തിട്ട് ഈ പറയുന്ന സൈസിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് കഫേയിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിൻ്റെ സൈസ് പറയുന്നുണ്ട് 140 × 6L ആണ് പിക്സൽസിൽ പറയുന്ന സൈസ്. അതേപോലെ തന്നെ 10 KB-ക്കും 20 KB-ക്കും ഇടയിലായിരിക്കണം സിഗ്നേച്ചറിന്റെ സൈസ്. ഇനി നോക്കിക്കേ, 20 KB-യിൽ കൂടാൻ പാടില്ല. എടുത്ത് പറയേണ്ട ഒരു കാര്യം, സിഗ്നേച്ചർ നോട്ട് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിലല്ല നമ്മൾ സൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ എൻ്റെ പേര് അഞ്ജു, ഞാൻ ഒരിക്കലും ഇങ്ങനെ എഴുതി സൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ക്യാപിറ്റൽ, അതായത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാകാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന സൈൻ. അപ്പോൾ വൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് കളർ പെൻ കൊണ്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. ഇതേ സൈസിലേക്ക് നിങ്ങൾ അതിനെ മാറ്റിയിരിക്കണം. ഒരു തവണ നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഇതേ സാധനം തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം.
അടുത്തതാണ് ലെഫ്റ്റ് തംബ് ഇംപ്രഷൻ. നമ്മുടെ ഇടത് കൈയിലെ തമ്പിന്റെ ഇംപ്രഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇങ്ക് പാഡ് യൂസ് ചെയ്തിട്ട്, അത് ഇങ്ക് പാഡ് നിങ്ങൾക്ക് ബ്ലൂ കളർ ആകാം, ബ്ലാക്ക് കളർ ആകാം, അത് പ്രശ്നമില്ല. വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. ഓക്കെ, അതിന്റെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞിരുന്നു JPG അല്ലെങ്കിൽ JPEG ടൈപ്പ് ആയിരിക്കണം. പിന്നെ ഇതിന്റെ ഡയമെൻഷൻ 240x240 പിക്സൽസിലായിരിക്കണം. അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ പറഞ്ഞാൽ 3x3 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് റേഷ്യോ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഫയൽ സൈസും 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇതെല്ലാം ഒരു തവണ നിങ്ങൾ ചെയ്തു വെച്ചാൽ എപ്പോഴും മാറ്റേണ്ട ആവശ്യം വരത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇനി ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. എന്താ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ, ഇപ്പൊ RRB POയും ക്ലർക്കും ഒക്കെ അയച്ചവർക്ക് അറിയാം, നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും അല്ലെങ്കിൽ ലെഫ്റ്റ് തമ്പും അല്ലാതെ നമ്മൾ ഒരു ഡോക്യുമെന്റ്സും എന്ത് ചെയ്യുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ എപ്പോഴാ കൊടുക്കുക? അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ക്ലർക്ക് ആണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തായിരിക്കും. കാരണം മെയിൻസ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഇല്ല. അതുപോലെ PO ആണെങ്കിൽ നമുക്ക് മെയിൻസ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട്. ആ സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുചെല്ലേണ്ടി വരും, അല്ലെ? അപ്പം ഇതെല്ലാം നമ്മൾ ആ ഒരു സമയത്തേക്ക് കറക്റ്റ് ആയിട്ട് തന്നുകൊള്ളാം എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ്. അപ്പൊ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ എന്താണ് എഴുതേണ്ടത്? അത് നമ്മളുടെ നമ്മളുടെ കൈയക്ഷരത്തില്, ക്യാപിറ്റൽ ലെറ്ററിലല്ല, നമ്മളുടെ സ്വന്തം കൈയക്ഷരത്തിൽ വേണം എഴുതാൻ. അത് എന്ത് എഴുതണം എന്നുള്ളതാണ് അവരവരുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് എഴുതുക, അഞ്ജു. നിങ്ങളുടെ പേരെന്താണോ അത് എഴുതുക. Hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. ഇത് നിങ്ങളുടെ റണ്ണിംഗ് ഹാൻഡ് റൈറ്റിംഗിൽ ഒരു പേപ്പറിൽ, അതുപോലെ തന്നെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ എഴുതുക. അത് നിങ്ങൾ പറയാൻ പോകുന്ന സൈസിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഓൾറെഡി നിങ്ങൾ RRB PO ക്ലർക്കിന് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. ഇനിയും അത് അയക്കാത്തവരുണ്ട്, IBPS ക്ലർക്കാണ് അയക്കാൻ പോകുന്നതെങ്കിൽ ഇതെല്ലാം ചെയ്തു വെക്കുക. വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. യെസ്, നോക്കിക്കേ, ഇംഗ്ലീഷിൽ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അത് വൈറ്റ് പേപ്പറിലായിരിക്കണം വിത്ത് ബ്ലാക്ക് ഇങ്ക്. ശ്രദ്ധിച്ചോളുക, വൈറ്റ് പേപ്പർ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ. ഫയല് JPG അല്ലെങ്കിൽ JPEG ടൈപ്പ് ആയിരിക്കണം, PDF അല്ല. ഇതിന്റെ ഡയമെൻഷൻസ് എത്രയാ? 800x400 പിക്സൽസിലാണ് സൈസ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ x 5 സെന്റിമീറ്റർ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് റേഷ്യോ. ഇതിന്റെ ടോട്ടൽ സൈസ് 50 KB-ക്കും 100 KB-ക്കും ഇടയിലാണ്. 100 KB-യിൽ കൂടുതലോ അല്ലെങ്കിൽ 50 KB-യിൽ കുറവോ ആണെങ്കിൽ ഇത് അപ്ലോഡ് ആകില്ല. സോ ഈ പ്രോപ്പർ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ സാധാരണ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഇതേ കാര്യം എഴുതിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തനിയെ റീസൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പെയിന്റിൽ ഇട്ടിട്ട് റീസൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് റീസൈസ് ചെയ്ത് തരുന്ന സൈറ്റ്സ് ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതെന്തിലാകാൻ പാടില്ല? ക്യാപിറ്റൽ ലെറ്റേഴ്സിലാകാൻ പാടില്ല. നമ്മുടെ റണ്ണിംഗ് ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലല്ല എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഒരു സെക്ഷനാണ് ബാങ്ക് പ്രിഫറൻസ്. ഞങ്ങൾ എങ്ങനെയാ പ്രിഫറൻസ്? നമ്മളുടെ ഈ IBPS ക്ലർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു 11 ബാങ്ക് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാ ബാങ്ക് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാ ഈ പ്രിഫറൻസ് കൊടുക്കുക? ഇപ്പം ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് എന്തായിരിക്കും? വേക്കൻസി ഏറ്റവും കൂടുതൽ എവിടാ? അല്ലെങ്കിൽ ഒട്ടും വേക്കൻസി ഇല്ലാത്തത് ആദ്യം കൊടുക്കണ്ട, നമുക്ക് ഏറ്റവും അവസാനം കൊടുക്കാം. അങ്ങനെയാണോ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ശരിക്കും അങ്ങനെയല്ല നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പോ കേരളം മാത്രമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പിന്നെ ഏതാ യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ എല്ലാം എന്താ? NR ആ കാണിച്ചേക്കുന്നത്, അല്ലെ? NR മീൻസ് എന്താ? നോട്ട് റിപ്പോർട്ടഡ്. ഇപ്പൊ ഇവർ ഇതുവരെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇപ്പൊ വേക്കൻസി വെച്ചിട്ടാണോ നമ്മൾ കൊടുക്കേണ്ടത്? നോട്ട് റിപ്പോർട്ടഡ് കാണിച്ചത് കൊണ്ട് അവരെ ലാസ്റ്റ് കൊടുക്കണം? അങ്ങനെയല്ല. അല്ലെങ്കിൽ വേക്കൻസി നോക്കിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബാങ്കിന്റെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. നമ്മൾ
നമുക്ക് അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ ബിസിനസ് ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, പ്രൊമോഷൻ എത്രയായിരിക്കും, അല്ലെങ്കിൽ ഏത് ബാങ്കിലായിരിക്കും പ്രൊമോഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാങ്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് അല്ലെ. പിന്നെ ചിലരുണ്ട് നമ്മൾ കുഞ്ഞിലെ തൊട്ട് പോയ ബാങ്കിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ അല്ലെ. ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിച്ച ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കൂടെ ഞാൻ കുഞ്ഞിലെ കാനറ ബാങ്കിലാണ് പോയിട്ടുള്ളത്, അപ്പൊ എനിക്ക് കാനറ ബാങ്കിൽ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം കേട്ടോ. ഇത് ഒരു കാര്യം, അതായത് നമ്മൾ വേക്കൻസി നോക്കിയല്ല ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബാങ്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് ബാങ്കിനാണ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ബാങ്കാണ് ഏറ്റവും നല്ലത്, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ള 11 ബാങ്കുകളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ റെപ്യൂട്ടേഷൻ ഏതിനാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്, ബിസിനസ് ഗ്രോത്ത് കൂടുതൽ ഏറ്റവും ഏത് ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ഗ്രോത്ത് ഏത് ബാങ്കിൽ പോയാലായിരിക്കും ഇച്ചിരൂടെ വേഗത്തിൽ നടക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ബാങ്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. സോ അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്തിട്ട് നമ്മളൊരു ഓർഡർ കൊടുത്തേക്കാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലർക്ക് ഇന്ന ബാങ്കിൽ ആദ്യം ജോലി ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ കൊടുക്കാവുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും വേക്കൻസി നോക്കിയിട്ടാകരുത്. ഓക്കെ, ഇനി ഒരു കാര്യം, ഈ ബാങ്ക് പ്രിഫറൻസിന്റെ റോൾ എപ്പോഴാണ് വരുന്നത്? ശരിക്കും നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ചിലർ കേരളത്തിലേക്ക് അയക്കും, ചിലർ തമിഴ്നാടായിരിക്കും അയക്കുക, ചിലർ കർണാടക ആയിരിക്കും അയക്കുക അല്ലെ. അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അയക്കുന്നത് അവിടെ എത്ര വേക്കൻസി ഉണ്ട്, എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നത്, ഈ കട്ട് ഓഫ് വരുന്നതിന് ശേഷം ഇപ്പൊ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ആയി, നമുക്ക് ഇപ്പൊ ഏത് സ്റ്റേറ്റിലേക്കാണോ അവിടുത്തെ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞു എന്ന് വെച്ചോ, അതിനുശേഷമാണ് ഈ പ്രിഫറൻസിന്റെ റോള് വരുന്നത്. അല്ലാതെ ആദ്യമേ അല്ല. നമ്മൾ സ്റ്റേറ്റിലെ കട്ട് ഓഫ് ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഏത് ബാങ്കിലേക്കാണ്, അതും അവിടുത്തെ വേക്കൻസിയും അവിടെ ഒരു കാര്യമായിരിക്കും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ ബാങ്ക് ഓഫ് ബറോഡ, അതായത് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് അനുസരിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് നോക്കിയിട്ട് ബിസിനസ് ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രിഫറൻസ് നമ്മൾ പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാനറ ബാങ്ക് വേണമെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് നോക്കിയിട്ടാണ് രണ്ടാമത് ബാങ്ക് ഓഫ് ബറോഡ ഇട്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിലും കാനറ ബാങ്ക് ആണെങ്കിലും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഹൈ ഗ്രോത്ത് റേറ്റ് ഉള്ള ബാങ്കാണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കാനറ ബാങ്ക് വെക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ബാങ്ക് പ്രിഫർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, then Bank of Maharashtra, then Indian Bank, Bank of India, UCO Bank, Punjab and Sindh Bank, Central Bank of India and Indian Overseas Bank. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോം അയക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്ക് പറയാം. ഇനി ഒരു കാര്യം, ആപ്ലിക്കേഷൻ ഫോം ഒക്കെ അയച്ചാൽ മാത്രം മതിയോ? അത് പോരാ, നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം. നമ്മുടെ RRB POന്റെയും ക്ലർക്കിന്റെയും അതേപോലെ തന്നെ IBPS ക്ലർക്കിന്റെയും എക്സാം ഓഗസ്റ്റിലാണ്. അതിനുശേഷം IBPS PO ഉണ്ട്, SBI PO ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം. നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ 2 ബാച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് മെയിൻസ് ബൂസ്റ്റർ ബാച്ചും അടുത്തത് അച്ചീവേഴ്സ് ബാച്ചും ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട്. മെയിൻസിന്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മെയിൻസ് എങ്ങനെ പഠിക്കണം എന്നറിയില്ല, അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രിലിംസ് അത്യാവശ്യം ഓക്കെയാണ്, ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് കാര്യങ്ങളും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നമ്മളുടെ അച്ചീവേഴ്സ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി 1 മാസം കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്, ഓൾമോസ്റ്റ് നമ്മളുടെ പ്രിലിംസിന്റെ ടോപ്പിക് ഒക്കെ തീരാറായി. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മളുടെ അടുത്ത ബാച്ച് ഉടനെ വരുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മളുടെ അടുത്ത ബാച്ച്, അത് അച്ചീവേഴ്സ് ബാച്ചിലെ പോലെ തന്നെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ബാച്ചുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അയക്കാനായി നമ്മൾ IBPSന്റെ സൈറ്റിലേക്ക് പോകുക. www.ibps.in എന്ന വെബ്സൈറ്റിലേക്ക് പോകുക. നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയി വന്നതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് CRP എന്ന് കാണാം. അതിൽ CRP RRB നമ്മൾ നേരത്തെ അയച്ചതാണ്. നമുക്ക് CRP ക്ലർക്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ CRP ക്ലറിക്കൽ കേഡർ 14 ആണ് നമ്മൾ അയക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം ജൂലൈ 1 വന്നതാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ. സോ അത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ
ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 21 ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അത്രയും സമയം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് റഷ് ആകാൻ ഇരിക്കരുത്. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ബേസിക് ഇൻഫോ കൊടുക്കണം. നമ്മുടെ പേരൊക്കെ നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ തെറ്റാതെ കൊടുക്കുക. സോ ഇവിടെ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം ലാസ്റ്റ് നെയിം പറയുന്നുണ്ട്. നിങ്ങൾക്ക് മിഡിൽ നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നെയിം അതേപോലെ തന്നെ കൊടുക്കുക. എൻ്റെ പേര് അഞ്ജു ആർ എന്നാണ്. സോ എനിക്ക് മിഡിൽ നെയിം ഇല്ല. സോ ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതേപോലെ കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. വർക്കിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള അതായത് വർക്കിംഗ് ആയിട്ടിരിക്കും എന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് തന്നെ വീണ്ടും കൺഫേം ആക്കി തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID വർക്കിംഗ് ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ID തന്നെ കൊടുക്കുക. ദെൻ അതിനുശേഷം ഏതാണോ ഡൊമൈൻ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും അതേ മെയിൽ ID നിങ്ങൾ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ഇതെല്ലാം കൊടുത്തത് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ 92 എന്ന് കൊടുത്തില്ല, മീൻസ് ടൈപ്പ് ചെയ്ത മെയിൽ ID മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് ശ്രദ്ധിച്ചോളുക എല്ലാവരും. നമ്മൾ കൊടുത്തതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. അത് വളരെ നല്ലതാണ്. സോ എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. വീണ്ടും അതിൻ്റെ അകത്തിൽ ഒരു റീ എഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ കൊടുക്കുന്ന മൊബൈൽ നമ്പറും മെയിലും ഒക്കെ കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഓൾറെഡി ഫോട്ടോയും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും എല്ലാം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് സൈസിൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗൈഡ് ലൈൻസ് ഫോർ സ്കാനിങ് ദി അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ് എന്നവർ കൊടുത്തിട്ടുണ്ട്. ആ PDF നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അതിലെ കാര്യം തന്നെയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളൊരു ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ നമ്മളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയും വേണം. സോ നമ്മൾ ആദ്യം നമ്മുടെ കറക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഫോട്ടോ നമുക്ക് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സൈസിൽ 200x230 പിക്സൽസിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെബ് ക്യാം യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. വെബ് ക്യാമിൽ നിങ്ങളുടെ ക്യാമറ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അന്നിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ സ്കാൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ സ്കാൻ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫോൺ സ്കാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് IBPSന്റെ സൈറ്റിലേക്ക് പോകും. അവിടുന്ന് നമ്മളുടെ ഫോട്ടോ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. അത് ക്യാപ്ചർ ചെയ്തതിന് ശേഷം അത് ഓക്കെ കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ലോഡ് ആകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ എടുത്ത അതേ ഫോട്ടോയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അത് കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ അപ്പ് ചെയ്യുക. സിഗ്നേച്ചർ ഒക്കെ ശ്രദ്ധിച്ചോണം. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വൈറ്റ് പേപ്പറിലാണ്, ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വേണം ചെയ്യാനായിട്ട്. അത് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ഇവിടെ ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ഓൾറെഡി RRBയിൽ POയിലും ക്ലർക്കിലും അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് കാറ്റഗറി ആണ്. നമ്മൾ ജനറൽ ആണെങ്കിൽ ജനറൽ, അല്ലെങ്കിൽ OBC ആണെങ്കിൽ OBC, അത് നോൺ ക്രീമി ലെയറിൽ എന്ന് പറയുന്ന ലിസ്റ്റിൽ പെടുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യം കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് ഉറപ്പ് വരുത്തുക. അത് തെറ്റാതെ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ശ്രദ്ധിച്ചോളാം. ഞാനിവിടെ ജനറൽ വെച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഓഫ് 40%? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഈ താഴെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് യെസ് കൊടുത്തവർ അത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം പൂരിപ്പിക്കാം. ഇതെല്ലാം നമുക്ക് ഡിസേബിൾ ആയി കിടക്കുന്നത് നമ്മൾ അവിടെ നോ കൊടുത്തത് കൊണ്ടാണ്. താഴേക്ക് വരുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആർ യു എ പേഴ്സൺ വിത്ത് സ്പെസിഫൈഡ് ഡിസബിലിറ്റി കവേർഡ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് സെക്ഷൻ 2? അങ്ങനെ അതിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിലില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. നമ്മൾ കോമ്പൻസേറ്ററി ടൈം ഒക്കെ നമുക്ക് ആ ഒരു ഡിസബിലിറ്റിയിൽ പെടുന്നതാണെങ്കിലാണ് നമുക്ക് കിട്ടുക. സോ അതൊന്നുമില്ലാത്തത് കൊണ്ടാണ്, അത് നമുക്ക് ഇവിടെ നോ കൊടുത്തത് കൊണ്ടാണ് അത് ഡിസേബിൾ ആയി കിടക്കുന്നത്. താഴേക്ക് വരാം.
ആർ യു എ ചൈൽഡ് ഓർ ഫാമിലി മെമ്പർ ഓഫ് ദോസ് ഹു ഡൈഡ് ഇൻ 1984 റയോട്ട്സ്? അതിലുള്ളവരാണെങ്കിൽ, അതിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ദെൻ റിലീജിയൻ ഏതാണ്? ഹിന്ദു എങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ എങ്കിൽ ക്രിസ്ത്യൻ, അതേതാണോ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഹിന്ദു കൊടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനി എക്സ് സർവീസ്മാൻ അയക്കുന്നവരുണ്ടായിരിക്കും, അതുള്ളവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം അവർക്ക് താഴേക്ക് ചോദിക്കുന്ന അവരുടെ സർവീസ് പീരീഡും കാര്യങ്ങളും ഒക്കെ തെറ്റാതെ തന്നെ കൊടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരാം. നോക്കിക്കേ, ആർ യു എ ഡിപെൻഡന്റ് ഓഫ് സർവീസ്മാൻ കിൽഡ് ഇൻ ആക്ഷൻ? അങ്ങനെ ഡിപെൻഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അതർവൈസ് നിങ്ങൾ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. നോക്കിക്കേ, ആർ യു സീക്കിംഗ് ഏജ് റിലാക്സേഷൻ? അതായത് വിഡോയാണോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് വുമൺ ആണോ, വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. അതാണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള ഒരു സെക്ഷൻ ആണ്. ഹാവ് യു അപ്പിയർഡ് ഫോർ ദി CRP ഓഫ് ക്ലറിക്കൽ കേഡർ ഏർലിയർ? നിങ്ങൾ നേരത്തെ ഈ എക്സാം എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ അറ്റംപ്റ്റ് എത്രയാണ്? അതായത് ഇവിടെ അറ്റംപ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് IBPS POയ്ക്കും IBPS ക്ലർക്കിനും ഒന്നും അറ്റംപ്റ്റ് ഒരു ഇഷ്യൂ അല്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇനി നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും ഒന്നും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷനെ അത് ബാധിക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. അതിനുശേഷം 13 ആയിരുന്നു എഴുതിയിരുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ എന്താണ് 2 ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ 2 അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. അതിൽ ടെൻസ്ഡ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത് ഓക്കെ, ഇപ്പൊ ഞാൻ അത് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ദെൻ നാഷണാലിറ്റി ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ നേപ്പാൾ, അതേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി ഏത് സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് ആണോ, ഇപ്പൊ നിങ്ങൾക്ക് കേരളയാണെങ്കിൽ നമ്മളിപ്പം കേരളയും തമിഴ്നാടും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് തമിഴ്നാടാണ് ഇച്ചിരി കൂടെ വേക്കൻസി ഉള്ളത്. പക്ഷെ അവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഒന്നും ഇല്ല. ഏപ്രിൽ 1-നായിരിക്കും നമ്മളുടെ റിസൾട്ട് വരിക. അപ്പൊ അതിനുശേഷമായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും ഒക്കെ വരുന്നത്. സോ അന്നേരത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ടൈം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. അത് നമ്മളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോ ഇവിടെ എന്തായാലും കേരള വെച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ സെന്റർ ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ, ഞാനിപ്പോൾ കേരള കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ഇവിടുത്തെ പ്രിലിമിനറി എക്സാമിനേഷന്റെ സെന്റർ കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ മെയിൻസിനും സെന്റർ കേരള തന്നെയാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ എവിടെ കൊടുക്കണം എന്നുള്ളത്. ചിലർക്ക് കേരള തന്നെ കൊടുക്കാനായിരിക്കും. അത് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ടുള്ളത് ആ സ്റ്റേറ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തത് നോക്കിക്കേ, ഐ ഇന്റൻഡ് ടു ബ്രിങ് ദി ഫോളോയിങ് ID വെൻ അപ്പിയറിംഗ് ഫോർ ദി എക്സാമിനേഷൻ. അതായത് ഞാൻ ഏത് ID ആണ് കൊണ്ടുവരുന്നത്, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം പാസ്പോർട്ട് എങ്കിൽ പാസ്പോർട്ട്, ആധാർ എങ്കിൽ ആധാർ, ഏതാണോ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിന്റെ നമ്പർ നിങ്ങൾ അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, അത് തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നോക്കിക്കേ, കൈൻഡ്ലി ഇൻഡിക്കേറ്റ് മീഡിയം ഓഫ് പേപ്പർ. ഹൗ യു വുഡ് ലൈക്ക് ദി പേപ്പർ ടു റെപ്രസെന്റ് യു? അത് ഇംഗ്ലീഷ് ഹിന്ദി വേണോ, ഇംഗ്ലീഷ് മലയാളം വേണോ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇംഗ്ലീഷ് മലയാളം ഞാൻ ഇവിടെ ചൂസ് ചെയ്യാണ്, കാരണം ക്ലർക്കൽ കേഡർ ആണല്ലോ. അപ്പം അവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഏതാണോ അപ്പം ആ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ കഴിവതും എക്സാമിന് സെലക്ട് ചെയ്യുമ്പോൾ മലയാളം സെലക്ട് ചെയ്യാതിരിക്കുക. എക്സാമിന് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണമല്ലോ. മലയാളത്തിന്റെ ഫോണ്ട് ഇച്ചിരൂടെ വലുതാണ്, അത് എക്സാം ടൈം ആകുമ്പോഴത്തേക്കിന് പറയാം. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി നേരത്തെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് വരെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറി OBC ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റിലാക്സേഷൻ വരും. ഇനി നിങ്ങൾ ഏത് ജെൻഡർ ആണ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ അത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അതേപോലെ തന്നെ പാൻ കാർഡ് നമ്പർ അത് മാൻഡേറ്ററി അല്ല. ഇനി ഡു യു ഹാവ് ടിൻ ബ്രദർ ഓർ സിസ്റ്റർ? നിങ്ങളെ പോലെയുള്ള ഒരാളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഇനി നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ, ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അൺമാരീഡ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ ഫാദറിന്റെ നെയിം കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ മദറിന്റെ നെയിമും അതേപോലെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ് തെറ്റാതെ കൊടുക്കുക. ഓക്കെ, അഡ്രസ് 2-3. ഓക്കെ, അത് നിങ്ങൾ തെറ്റാതെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് അതേപോലെ തന്നെ തെറ്റാതെ മുന്നോട്ടേക്ക് കൊടുത്ത് അടുത്തതിലേക്ക് പോകാൻ നമുക്ക് നമ്മളുടെ ഡിസ്ട്രിക്റ്റും പിൻകോഡും ഒക്കെ അതേപോലെ തന്നെ
തെറ്റാതെ കൊടുക്കുക. ഇനി ചിലർക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തത് നമ്മുടെ കറസ്പോണ്ടന്റ് അഡ്രസ്സും അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ്സും ചിലപ്പോൾ അത് രണ്ടും എല്ലാവർക്കും സെയിം ആയിരിക്കും എങ്കിൽ അത് സെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെങ്കിൽ അത് ഡിഫറെന്റ് കൊടുക്കുക. ഇനി നമ്മുടെ GST ഏതിലാണോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ഏതാണെങ്കിലും രണ്ട് സെയിം ആണെങ്കിൽ ഏത് കൊടുത്താലും നോ ഇഷ്യൂ. നിങ്ങളുടെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ എവിടെയെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് റിലീജിയസ് മൈനോറിറ്റി ഞാൻ ഇവിടെ കൊടുത്തില്ലായിരുന്നു, ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഇത് ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം. നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് എവിടെയാണോ മിസ്റ്റേക്ക് വന്നത് അത് കറക്റ്റ് ആക്കുക. കണ്ടോ, വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നതായിരിക്കും, അത് ശ്രദ്ധിക്കാം. അത് ഓക്കെ ആയിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ ഏത് ഡിഗ്രി ആണ്, ഇപ്പൊ നിങ്ങൾ പഠിച്ചത് ഏതാണോ അത് അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ സബ്ജക്ട് ഏതായിരുന്നു എന്നുള്ളത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ പാസിംഗ്, ഡേറ്റ് ഓഫ് പാസിംഗ്. അപ്പം ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വന്നില്ല, അതായത് നിങ്ങൾക്ക് 21 വരെ, അതായത് ജൂലൈ 21, 2024 ജൂലൈ 21 വരെ നിങ്ങളുടെ റിസൾട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് വന്നത്, ഇപ്പൊ ഇന്നാണ് നിങ്ങളുടെ റിസൾട്ട് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഇനി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിലെ ഡേറ്റ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാതെ നോക്കി കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ് എത്രയാണോ അത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അത് പെർസെന്റേജിലേക്ക് മാറാൻ ഓൾറെഡി ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോന്നായിരിക്കും, അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇല്ല എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത് അടുത്ത വർഷം, അതായത് 2025 ഏപ്രിൽ 1 അന്നേരത്തേക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. സോ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജൂലൈ 21 മുന്നേ വരെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഇനി ഡു യു ഹാവ് ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ? അപ്പം ആണെങ്കിൽ യെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് അവര് നമ്മളോട് നോട്ടിഫിക്കേഷനകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാൻഡേറ്ററി ആണ്. അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ ഇനി ഞങ്ങൾ സെപ്പറേറ്റ് പോയി പഠിക്കണോ? വേണ്ട. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, സർട്ടിഫിക്കറ്റ് ഇൻ ഓർ ഡിപ്ലോമ ഇൻ ഡിഗ്രി ഇൻ സ്റ്റഡീഡ് ഇൻ ഹൈസ്കൂൾ ഓർ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ സാധാരണ SLC ആണെങ്കിൽ നമുക്ക് IT എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു, അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഡിപ്ലോമ എന്തെങ്കിലും ചെയ്ത സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ഡിഗ്രി പഠിച്ച സമയത്തോ ഏതെങ്കിലുമൊക്കെ സെമിസ്റ്ററിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്നൊരു പേപ്പർ ഉണ്ട്, നിങ്ങൾക്ക് അത് സർട്ടിഫിക്കറ്റിൽ കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു സർട്ടിഫിക്കറ്റ് നോക്കി നടക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ 10ലോ +1ലോ അല്ലെങ്കിൽ +2ലോ ഡിഗ്രിയിലോ ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാനില്ല എന്നുണ്ടെങ്കിൽ നോന്ന് കൊടുക്കുക. അവിടെയും നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഇത്രയും സമയമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് 2 വീക്കോ 3 വീക്സിന്റെ ഒക്കെ കോഴ്സസ് ഉണ്ട്, അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. അത് ഏപ്രിൽ 1 കാണിച്ചാൽ മതി, അത് ഇവിടെ പ്രശ്നമില്ല. സോ ഓൾമോസ്റ്റ് എല്ലാവരും SLCയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സോ അത് കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഞാനിവിടെ IT as എ സബ്ജക്ട് കൊടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക. ഇനി നോക്കിക്കേ, ഇവിടെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പറയുന്നുണ്ട്. അത് എല്ലാ കാറ്റഗറിക്കും ഇല്ല, SC ST OBC റിലീജിയസ് മൈനോറിറ്റി കാറ്റഗറിക്കാണ്. ഇവിടെ ഞാൻ ജനറൽ കൊടുത്ത് മുന്നോട്ടേക്ക് പോയത് കൊണ്ടാണ് ഇത് ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത്. നിങ്ങൾ ആ കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇനി നോക്കിക്കേ, വെദർ എനി പ്രോസിക്യൂഷൻ ഓർ കൺവിക്ഷൻ സെന്റൻസ് അഗൈൻസ്റ്റ് യു ഹാസ് ബീൻ അവാർഡഡ് ബൈ, അതായത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ്, ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം എന്നുണ്ടെങ്കിൽ ഇത് 3ഉം ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് മലയാളം അതേഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പൊ നമ്മൾ കേരളമാണ് കൊടുക്കുന്നതെങ്കിൽ മലയാളം ഉറപ്പായിട്ട് നിങ്ങൾ കൊടുത്തേക്കാം, കാരണം അത് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം എന്നുള്ളത് ഓക്കെയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണ്ട, നോ ഇഷ്യൂ. ഇത് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിതിപ്പോൾ ഇവിടെ കൊടുത്തത് കൊണ്ടാണ് അത് അവരങ്ങനെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ടിക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാം. ഇതെല്ലാം കറക്റ്റ് ആണ്. ഇത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അടുത്ത സെക്ഷനിലേക്ക് പോകാം.
ഇനി നമ്മൾ ബാങ്ക് പ്രിഫറൻസിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ബാങ്ക് പ്രിഫറൻസ് ഒരിക്കലും നമ്മൾ വേക്കൻസി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ നോട്ട് റിപ്പോർട്ടഡ് എന്ന് കണ്ട് അത് കൊടുക്കണ്ട, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ബാങ്കിന്റെ ഗ്രോത്തും അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും എല്ലാം കൂടെ നോക്കിയിട്ട് വേണം. പിന്നെ നമ്മളുടെ ഇഷ്ടമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്ന ബാങ്കിൽ ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡറിൽ ഞാനിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ ബാങ്ക് ഓഫ് ബറോഡ, ദെൻ കാനറ ബാങ്ക്. എല്ലാ ബാങ്കും കൊടുക്കുക, ഒന്നും കൊടുക്കാതെ ഇരിക്കേണ്ട കാര്യമില്ല. ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ അതിനുശേഷം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ദെൻ ഇന്ത്യൻ ബാങ്ക്, അതിനുശേഷം ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഓക്കെ, ആ ഓർഡറിൽ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വാലിഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക. കൊടുത്തതിനകത്തിൽ ഒന്നും തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ലാസ്റ്റ് ഒരു ഐ അഗ്രി കൊടുക്കുക. ആൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ കൺഫേം ദാറ്റ് മൈ നെയിം ആസ് ഫിൽഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം എക്സാക്ട്ലി മാച്ചസ് വിത്ത് ദി നെയിം ഇൻ മൈ ID പ്രൂഫ്. നിങ്ങൾ ഏതാണോ എക്സാമിന് കൊണ്ടുവന്ന ID പ്രൂഫും അതിന്റെ അകത്തിലുള്ള നെയിമും ഞാൻ ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന നെയിമും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓക്കെ എന്ന് കൊടുക്കാം. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അല്ല എന്ന് കൊടുത്ത് ഇതിൽ കൊടുക്കാം. മാക്സിമം ചേഞ്ച് ഒന്നും വരുത്താതിരിക്കുക. അതിൽ തന്നെയുള്ള ID പ്രൂഫ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും പറ്റില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ബാക്ക് അടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ കാണാൻ പറ്റാവുന്നതാണ്. ഇത് ക്ലിയർ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് അതേപോലെ തന്നെ അപ്പ് ചെയ്യുക, ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സെക്യൂരിറ്റി കോഡ് അടിച്ച് മുന്നോട്ടേക്ക് പോവാം. മാക്സിമം ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്ത ഇതിൻ്റെ അകത്തിൽ എന്തോ ഒരു, അതായത് സെക്യൂരിറ്റി കോഡ് മിസ്റ്റേക്കാണ്. ഓക്കെ, അത് നമ്മൾ അപ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ഫീ പേയ്മെന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാപ്ചയാണ് അടിക്കേണ്ടത്. ക്യാപ്ച അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫീ പേയ്മെന്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഏത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ വാലറ്റോ അല്ലെങ്കിൽ QR കോഡ് അല്ലെങ്കിൽ UPI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യുക. ഫീ പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകില്ല. ഓക്കെ, അപ്പോൾ ഇത് 850 റുപ്പീസ് അടച്ച് നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് കിട്ടും. അത് സൂക്ഷിച്ച് വെക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതിനൊക്കെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ സൈറ്റിലേക്ക് വരിക. ആ സൈറ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഇവിടെ നോക്കിക്കേ, ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. നിങ്ങൾ ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടായിരിക്കും. അത് കൊടുത്ത് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ആക്കി വെക്കുക. അത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിയും. ഓക്കെ അല്ലേ? യെസ്. ഇനിയിപ്പം ആപ്ലിക്കേഷൻ ഫോം ഒക്കെ അയച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.